എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഈ ഓഡിയോ ടാപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷംന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ശബ്ദം നൽകിയത് നുസ്രത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പലരും ചെറുതാക്കി കാണുകയും പലപ്പോഴും കാണാതെ പോകുകയും ചെയ്യുന്ന ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണ് കുട്ടികളിൽ കാണുന്ന ഉത്കണ്ഠാരോഗം അഥവാ ആങ്സൈറ്റി. കുട്ടികളിലെ ആങ്സൈറ്റി മുതിർന്നവരിൽ കാണുന്നത് പോലെ വ്യക്തമായി തിരിച്ചറിയാൻ എളുപ്പമുള്ളതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പല വീടുകളിലും ശബ്ദമില്ലാതെ ആരും ശ്രദ്ധിക്കാതെ പതുക്കെ വളരുന്ന ഒരു പ്രശ്നമായി മാറാറുണ്ട്. ഈ ഓഡിയോ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞ് ഇടയ്ക്കിടെ വയറുവേദന, തലവേദന, ഛർദി പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നുണ്ടോ? നിങ്ങളെ വിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അമിതമായി പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വളരെ ശാന്തനായി ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ പോകില്ല, അമ്മയും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് വെറും ശീലം, വെറും വാശി, വെറും അഭിനയമെന്ന് പറഞ്ഞ് അവഗണിക്കരുത്. ഇത് കേൾക്കുമ്പോൾ പല പാരൻസിനും തോന്നുന്ന ചിന്തകളാണ്. ഇത് വെറും പേടിയല്ലേ? കുട്ടികൾ അങ്ങനെയല്ലേ? ഇത് വളരുമ്പോൾ മാറും. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്വത്തോടെ പറയട്ടെ, എല്ലാ പേടിയും ചെറുതല്ല, എല്ലാ പേടിയും സ്വാഭാവികവുമല്ല. അതെ, എല്ലാ കുട്ടികളും പേടിക്കും. പുതിയ സ്കൂൾ, പുതിയ അധ്യാപകർ, പരീക്ഷകൾ, സ്റ്റേജിൽ കയറൽ, പുതിയ കൂട്ടുകാർ, ഇതെല്ലാം സാധാരണ അനുഭവങ്ങളാണ്. പക്ഷേ ആ പേടി ഒരു ദിവസമോ 2 ദിവസമോ മാത്രം അല്ലാതെ ദിവസേന ആവർത്തിക്കുമ്പോൾ, കുഞ്ഞിൻ്റെ ഉറക്കം തകർക്കുമ്പോൾ, പഠനത്തെ ബാധിക്കുമ്പോൾ, സന്തോഷം ഇല്ലാതാകുമ്പോൾ, കൂട്ടുകാരുമായുള്ള ബന്ധങ്ങൾ കുറയുമ്പോൾ അത് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് വെറും പേടിയല്ല, ആങ്സൈറ്റി ഡിസോർഡർ ആയിരിക്കാം എന്ന്. ആങ്സൈറ്റി ഉള്ള കുട്ടികൾ പലപ്പോഴും അവരുടെ പേടി വാക്കുകളിലൂടെ പറയാറില്ല.
കാരണം അവർക്കു തന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ബോധം ഉണ്ടാകണമെന്നില്ല. അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ അവർക്കൊരു ഭാഷയില്ല. അതിനാൽ അവർ ശരീരത്തിലൂടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വയറുവേദനയാണ്, എനിക്ക് തലവേദനയാണ്, ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല, അമ്മ കൂടെ വരണം എന്നിങ്ങനെ മാതാപിതാക്കളെ ഞാൻ വീണ്ടും വ്യക്തമായി പറയട്ടെ. ഇത് വാശിയല്ല, ഇത് അഭിനയമല്ല, ഇത് ശ്രദ്ധ തേടലുമല്ല. ഇത് ഒരു കുഞ്ഞിൻ്റെ മനസ്സിനുള്ളിൽ നടക്കുന്ന യഥാർത്ഥ ഭയത്തിൻ്റെ കരച്ചിലാണ്. ആങ്സൈറ്റി ഡിസോർഡർ കുട്ടികളിൽ പല രൂപത്തിൽ കാണപ്പെടുന്നു. ചില കുട്ടികൾക്ക് അമ്മയെയോ അച്ഛനെയോ വിട്ട് മാറുമ്പോൾ അത്യന്തം പേടി തോന്നും. സ്കൂളിലേക്കോ ട്യൂഷനിലേക്കോ പോകുമ്പോൾ അവർ കരയും, പിടിച്ചു നിൽക്കും, പോകാൻ നിരസിക്കും. ഇതിനെ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. ചില കുട്ടികൾക്ക് മറ്റുള്ളവർ നോക്കുന്നു, ചിരിക്കുന്നു, തെറ്റ് കണ്ടെത്തുന്നു എന്ന ഭയം വളരെ ശക്തമായിരിക്കും. അവർ ക്ലാസ്സിൽ സംസാരിക്കില്ല, കൈ ഉയർത്തില്ല, സ്റ്റേജിൽ കയറില്ല, കൂട്ടുകാരെ ഒഴിവാക്കും. ഇത് സോഷ്യൽ ആങ്സൈറ്റി ആകാം. ചില കുട്ടികൾക്ക് എല്ലാം കുറിച്ചും പേടിയുണ്ടാകും. പരീക്ഷ, ആരോഗ്യം, അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഭാവി എങ്ങനെയാകും എന്ന ചിന്തകൾ മനസ്സിൽ തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കും. ഇത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ആണ്. ചിലർക്കോ ഇരുട്ട്, നായ, ഇഞ്ചക്ഷൻ, ആശുപത്രി, ഉച്ചത്തിലുള്ള ശബ്ദം പോലുള്ള പ്രത്യേക കാര്യങ്ങളോടുള്ള അതികഠിന പേടി ഉണ്ടാകും. ഇതിനെ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നു. ഇത്തരം ആങ്സൈറ്റി ഉള്ള കുട്ടികളിൽ ചില സാധാരണ ലക്ഷണങ്ങൾ കാണാം. അവർ വളരെ അധികം പേടിക്കും. ചെറിയ കാര്യങ്ങൾക്കു പോലും കരയും. പെട്ടെന്ന് ദേഷ്യം കാണിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് അമിതമായി ചിന്തിക്കും. ഞാൻ തെറ്റ് ചെയ്താൽ എന്താകും, എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്ന ചിന്തകൾ അവരെ ഉള്ളിൽ നിന്ന് തളർത്തും. അതോടൊപ്പം ശരീരപരമായി വയറുവേദന,
തലവേദന, ഛർദി, ഹൃദയം വേഗത്തിൽ ഇടിക്കുക, കൈകാലുകൾ വിറയ്ക്കുക, ഉറക്കമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ആങ്സൈറ്റി ഡിസോർഡറിന് ഒരൊറ്റ കാരണമില്ല. ചില കുട്ടികൾ ജനിതകമായി കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. കുടുംബത്തിൽ ആങ്സൈറ്റി ഉള്ളവർ ഉണ്ടെങ്കിൽ സാധ്യത കൂടും. ചിലപ്പോൾ പഠന സമ്മർദ്ദം, ബുള്ളിയിങ്, കമ്പാരിസൺ, മനസ്സിൽ പതിഞ്ഞ ട്രോമ, വലിയ ജീവിതമാറ്റങ്ങൾ, അമിത പ്രതീക്ഷകൾ എന്നിവ ആൻസൈറ്റി ആരംഭിക്കാൻ കാരണമാകാം. ഇത് മാതാപിതാക്കളുടെ തെറ്റല്ല, കുഞ്ഞിൻ്റെ തെറ്റുമല്ല. എന്നാൽ പല മാതാപിതാക്കളും നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇതൊക്കെ ചെറുതല്ലേ, ഇത്ര പേടിക്കണ്ട, നീ വലിയ കുട്ടിയല്ലേ എന്നിങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ ഇത്ര പേടിയുള്ളവനായി എങ്ങനെയാകും, നാണമില്ലേ എന്ന വാക്കുകളും കുട്ടികൾ കേൾക്കാറുണ്ട്. പക്ഷേ ആങ്സൈറ്റി ഉള്ള കുഞ്ഞിന് ഈ വാക്കുകൾ ആശ്വാസമാകുന്നില്ല. പകരം എൻ്റെ പേടി ആരും മനസ്സിലാകുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലാണ് അവരുടെ മനസ്സിൽ പതുക്കെ വളരുന്നത്. ഈ നിമിഷത്തിലാണ് കുഞ്ഞിൻ്റെ ഉള്ളിലെ പേടി കൂടുതൽ ശക്തമാകുന്നത്. ഇവിടെയാണ് മാതാപിതാക്കളുടെ പെരുമാറ്റം ഏറ്റവും നിർണായകമാകുന്നത്. ആങ്സൈറ്റി ഉള്ള കുട്ടിയെ ശാസിക്കരുത്, ചെറുതാക്കരുത്, നിഷേധിക്കരുത്. പകരം ആദ്യം ചെയ്യേണ്ടത് അവരുടെ പേടിയെ അംഗീകരിക്കുകയാണ്. നിനക്ക് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിനക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ഈ വാക്കുകൾ കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ശക്തമാക്കുന്ന മരുന്നുകളാണ്. ആങ്സൈറ്റി ഉള്ള കുട്ടികളോട് പാരൻസ് എങ്ങനെ പെരുമാറണം എന്നത് വളരെ പ്രധാനമാണ്. അവരെ ഫോഴ്സ് ചെയ്ത് പേടിയോടെയുള്ള സാഹചര്യങ്ങളിലേക്ക് തള്ളിക്കളയരുത്. അതേ സമയം അവരുടെ പേടിക്ക് അനുസരിച്ച് മുഴുവൻ ജീവിതവും മാറ്റി അവരെ എല്ലായ്പ്പോഴും അവോയ്ഡ് ചെയ്യാൻ പഠിപ്പിക്കാനും പാടില്ല. ഇവിടെ വേണ്ടത് പതുക്കെ ശാന്തമായി പ്രൊഫഷണൽ ഗൈഡൻസിൻ്റെ സഹായത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു ബാലൻസ്ഡ് സമീപനമാണ്. ഇവിടെയാണ് കുട്ടികളിൽ പ്രത്യേകമായി പരിശീലനം നേടിയ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ആങ്സൈറ്റി ഡിസോർഡർ
കാലം കഴിഞ്ഞാൽ മാറും എന്ന് കരുതി വിട്ടുകളയേണ്ട ഒരു അവസ്ഥയല്ല. ശരിയായ വിലയിരുത്തൽ, ആവശ്യമായ തെറാപ്പി, പാരന്റ് ഗൈഡൻസ്, ഇതൊക്കെയാണ് ഈ പ്രശ്നം വേരോടെ പരിഹരിക്കുന്നത്. കൗൺസിലിംഗ്, CBT തെറാപ്പി, പ്ലേ തെറാപ്പി, പാരൻസിനുള്ള ട്രെയിനിങ്, ഇവ ഒന്നിച്ച് വന്നാൽ ആങ്സൈറ്റി ഉള്ള കുട്ടിയുടെ ചിന്തകളും പ്രതികരണങ്ങളും ജീവിതവും തന്നെ മാറാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളും സഹായകരമായേക്കാം. അത് ഒരു പരാജയം അല്ല, ഒരു പിന്തുണ മാത്രമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ ശക്തമായി പറയണം. ആങ്സൈറ്റി ശരിയായി തിരിച്ചറിയാതെയും ചികിത്സിക്കാതെയും വിട്ടാൽ അത് കുട്ടിക്കാലത്ത് മാത്രം ഒതുങ്ങില്ല. ഇതേ ആങ്സൈറ്റി അഡോളസൻസിലേക്കും അഡൾട്ട്ഹുഡിലേക്കും യാത്ര ചെയ്യും. ഇന്ന് സ്കൂളിൽ പോകാൻ പേടിക്കുന്ന കുട്ടി നാളെ കോളേജിൽ സംസാരിക്കാൻ പേടിക്കുന്ന ഒരു ടീനേജർ ആകാം. അവിടെ നിന്ന് ബന്ധങ്ങൾ, വിവാഹം, തൊഴിൽ, സാമൂഹിക സാഹചര്യങ്ങൾ എല്ലാം ആങ്സൈറ്റി നിയന്ത്രിക്കുന്ന ഒരു അഡൾട്ട്ഹുഡിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. പിന്നീട് ആത്മവിശ്വാസക്കുറവ്, വിഷാദം, അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്കും ഇത് വഴിമാറാം. അപ്പോൾ ചികിത്സ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഉള്ള ഇടപെടൽ അത്രയും പ്രധാനമാകുന്നത്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞ് ഡ്രാമ കാണിക്കുന്നില്ല. അവർ സഹായം ചോദിക്കുകയാണ്. ശിക്ഷ വേണ്ട സമയത്ത് മനസ്സിലാക്കലാണ് മരുന്ന്. അമിത പ്രതീക്ഷകൾ അല്ല, സുരക്ഷയാണ് അവർക്ക് ആവശ്യം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേടിയെ നിങ്ങൾ സീരിയസ് ആയി എടുത്താൽ അവർക്ക് ലോകം സുരക്ഷിതമാകും. ഹെൽപ്പ് തേടുന്നത് ദൗർബല്യമല്ല, ഒരു ചൈൽഡ് സ്പെഷ്യലൈസ്ഡ് സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനുള്ള ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: കുട്ടികളിലെ ആങ്സൈറ്റി നിങ്ങളുടെ പരാജയമല്ല, പക്ഷേ അത് കാണാതെ പോകുന്നത്, ചെറുതാക്കുന്നത്, വൈകിപ്പിക്കുന്നത്, അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ
തന്നെ ബാധിച്ചേക്കാം. ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ജാഗ്രതയാണ് നാളെയുള്ള ശാന്തമായ ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് ശാന്തമായ ഒരു മനസ്സും സുരക്ഷിതമായ ഒരു ജീവിതവും ലഭിക്കട്ടെ. നന്ദി.